ലോക അഭയാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ജൂൺ മാസം 20-ാം തീയതി ആഘോഷിക്കുന്ന വേളയിൽ സ്വന്തം ദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന സഹോദരങ്ങളുടെ നിലവിളികൾ കേൾക്കുവാനും അവരെ സ്വീകരിക്കുവാനും ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. നമ്മുടെ വാതിലുകളിൽ മുട്ടുന്നവരെ സ്വാഗതം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും അവരെ അനുധാവനം ചെയ്തുകൊണ്ട് കൂട്ടായ്മയിലേക്ക് നയിക്കുവാനുമുള്ള വിളിയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ജൂൺ 19-ന് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്രത്തിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് ഫ്രാൻസിസ് പാപ്പ അഭ്യർത്ഥന നടത്തി സംസാരിച്ചത്. പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ രംഗത്ത്. ക്രൈസ്തവർക്ക് നേരെ സർഗോദയിൽ നടക്കുന്ന മതപീഡനത്തിന്റെ വിവിധ സംഭവങ്ങൾ അസ്വസ്ഥജനകമാണെന്നും ഇതു സംബന്ധിച്ച് സംഘടന പുറത്തിറക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈസ്തവ സമൂഹത്തിന് കൂടുതൽ സംരക്ഷണവും പിന്തുണയും നൽകണമെന്നും മതനിന്ദ ആരോപണങ്ങളുടെ ദുരുപയോഗം അവസാനിപ്പിക്കാനും HRFTയുടെ പ്രസിഡന്റ് നവീദ് വാൾട്ടർ ആഹ്വാനം ചെയ്തു. കുപ്രസിദ്ധമായ മതനിന്ദാ നിയമവും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണവും മൂലം നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് പാക് ക്രൈസ്തവർ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാടക ഗർഭധാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിന്റെയും അവകാശങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്നും അതിനാൽ ഇത്തരം സമ്പ്രദായങ്ങൾക്ക് പരിപൂർണമായ വിലക്ക് ഏർപ്പെടുത്തേണ്ടത് ഏറെ ആവശ്യമെന്നും വത്തിക്കാനിലെ അൽമായർക്കും കുടുംബത്തിനും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ ഉപകാര്യദർശി ഡോക്ടർ ഗബ്രിയേല ഗാംബീനോ പറഞ്ഞു. ആഗോളതലത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാർമ്മിക മതനിലപാടുകളിൽ നിന്നുപോലും ഈ ഒരു ആവശ്യം ഉയർന്നുവരുന്നുവെന്നും അതിനാൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതിന്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഗബ്രിയേല ആവശ്യപ്പെട്ടു. നമ്മുടെ പ്രാർത്ഥനയെ യാചനകളിൽ ഒതുക്കരുതെന്നും കർത്തൃപ്രാർത്ഥനയിലെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ബുധനാഴ്ച വിശ്വാസികളുമായുള്ള പ്രതിവാര കൂടിക്കാഴ്ചയ്ക്കിടെ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന സങ്കീർത്തനങ്ങളോ സങ്കീർത്തന വാക്യങ്ങളോ ഉണ്ടെങ്കിൽ അവ ആവർത്തിക്കുകയും ദിവസത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. സങ്കീർത്തനങ്ങൾ എല്ലാ കാലത്തിനും പറ്റിയ പ്രാർത്ഥനകളാണ്. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായി സങ്കീർത്തനങ്ങളുടെ ആവർത്തനം അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുത്തുന്നില്ല, മറിച്ച് അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ തവണയും വിശ്വാസത്തോടെ വായിക്കപ്പെടുമ്പോൾ അവ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മനോഭാവം ഉളവാക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ ചേർത്തുപിടിച്ച് നൃത്താവിഷ്കാരം സംഘടിപ്പിച്ച് CMC സിസ്റ്റേഴ്സ്. CMC ഹോളി ക്വീൻസ് ചങ്ങനാശ്ശേരി പ്രോവിൻസിന്റെ ക്വീൻസ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ മുഹമ്മയിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളിലെ കലാപരമായ കഴിവുകളെ പ്രചോദിപ്പിക്കുവാൻ ഇങ്ങനെയൊരു നൃത്താവിഷ്കാരം ഒരുക്കിയത്. ക്രിസ്തീയ ഗാനരംഗത്ത് ഹൃദയസ്പർശിയായ ഗാനങ്ങൾക്ക് സംഭാവന നൽകിയ ബ്രദർ ബിറ്റു വയലാട്ടുചിറയുടെ കരുണയിൽ കരുതലെ എന്ന പുതിയ ഗാനനൃത്താവിഷ്കാരമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഇതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുവല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന സന്ദേശമാകണം ഈ ഗാനനൃത്താവിഷ്കാരമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് CMC ചങ്ങനാശ്ശേരി പ്രോവിൻസിലെ അംഗങ്ങൾ.